കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയമെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെയാണ് കുടുംബം പറയുന്നത്? കാരണം ഇത്തരത്തിലൊരു മരണത്തിൽ ദുരൂഹ സാഹചര്യമുണ്ട് എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ അവർ നിരത്തുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ ലക്ഷ്മി രാധാകൃഷ്ണനെ അവർ താമസിക്കുന്ന റൂമിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഈ കുട്ടി ഹോസ്റ്റലിൽ പോയിരുന്നില്ല. എന്നാൽ ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കുട്ടി കോട്ടയത്തുള്ള വീട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ വന്നത്. ആ സമയത്തൊക്കെ കുട്ടി സന്തോഷവതിയായിരുന്നു. മരണപ്പെടുന്നതിന്, അതായത് ഇന്നലെ രാവിലെയും മിനിയാന്ന് വൈകിട്ടും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വിളിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പെരുമാറിയത് എന്നൊരു കാര്യമാണ് ഈ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ആൾ പറയുന്നത്. അതിനാൽ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നും അന്വേഷണം നടത്തണമെന്നുള്ള കാര്യമാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് സിഐക്കും പരാതി നൽകും എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ്. ഇന്നലെ പെൺകുട്ടിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്നൊരു കാര്യം കൂടെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബം അതേസമയം ദുരൂഹത ഉന്നയിച്ചും രംഗത്തെത്തി. ശരി, കോഴിക്കോട് നിന്ന് ചേർന്നത് ഗോകുൽ കെ വേണുഗോപാൽ.